ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് ബിയർ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊന്നും ഒരുപാട് അങ്ങ് നമ്മൾ റിമൂവ് ആക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മളിത് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജൂട്ട് തഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജൂട്ട് തഡ് ഒരുപാട് ഇങ്ങനെ ക്വാളിറ്റിയുള്ള ടൈപ്പൊന്നുമല്ല. ഇങ്ങനെ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടൈപ്പ് ജൂട്ട് തഡാണ് കേട്ടോ. ഈ ഒരു വലിയൊരു ബണ്ടിലിന് 30 രൂപയായിരുന്നു റേറ്റ്. ഈ ഒരു ജൂട്ട് തഡ് കുറച്ചൊരു വണ്ണുള്ള ടൈപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ നേരിട്ട് ഞാൻ റോൾ ചെയ്യുന്നില്ല, കാരണം അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നിങ്ങനെ ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് ഇങ്ങനെ പകുതിയാക്കിയിട്ട് അങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ റോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ പിരിച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ഭംഗി ഉണ്ടാവും, ഒരു കയറിനൊക്കെ പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇതിനൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലൊക്കെ യൂസ് ചെയ്താൽ മതി. അതിൻ്റെ ഇടക്ക് ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും ഈ ജൂട്ട് തഡൊക്കെ റോൾ ചെയ്യുന്ന സമയത്തും ഒട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണിനേക്കാളും നല്ലത് ഫെവിക്കോൾ തന്നെയാണ് കേട്ടോ. ആ ഒരു ഫെവിക്കോൾ ആകുമ്പോൾ അങ്ങനെ ഒട്ടിക്കിട്ടാൻ കുറച്ചൊരു പാടാണെങ്കിലും നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗ്ലൂ ഗണ്ണിനോട് ചെയ്തതിനേക്കാളും നല്ലൊരു ഭംഗി ഉണ്ടാവും. അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഇങ്ങനെ ക്വാളിറ്റിയുള്ള ടൈപ്പ് പോളിഷ്ഡ് ആയിട്ടുള്ള ജൂട്ട് തട്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ത്രെഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ബേൺ ചെയ്ത് കൊടുക്കുകയാണ്. ബേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊക്കെ വേസ്റ്റ് ആയിട്ട് പോകും. പിന്നെ ഒരു ചെറിയൊരു ബ്ലാക്കിഷ് കളർ വരും നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത്. പക്ഷേ അത് ഒരു നല്ലൊരു ഭംഗിയാണ് കേട്ടോ, നല്ലൊരു വിൻറ്റേജ് കളറൊക്കെ ആയിട്ട് എനിക്ക് ആ ഒരു കളർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇവിടെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സീഷെൽസ് ആണ്. അപ്പം ഇത് ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. ഇങ്ങനെ കുഞ്ഞാണ് അധികം. ചിലതൊന്നും അത്ര ഒരു ഫിനിഷിങ്ങുള്ള ടൈപ്പ് ഒന്നുമല്ല, കുറച്ച് ഡിസൈൻ ഇല്ലാത്തതും പിന്നെ പൊട്ടിപ്പോയിട്ടുള്ള ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കൊല്ലം ബീച്ചിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നല്ലൊരു ടൈപ്പ് ഒന്നുമല്ല, എന്നാലും അതിനൊക്കെ നല്ലൊരു ഭംഗിയുണ്ട്. പൊട്ടിയിട്ടുള്ളതും കുഞ്ഞു പീസൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ളതും ഇങ്ങനെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ ആ ഒരു മണ്ണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അങ്ങനെ പാക്കറ്റ്സ് ആയിട്ട് വാങ്ങിക്കാനുണ്ട്. പക്ഷേ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് പാക്കറ്റ്സിന് തന്നെ 50 റുപ്പീസ് ഉണ്ട്. പിന്നെ കുറച്ചൊരു വലിയൊരു സൈസിലൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 100 റുപ്പീസൊക്കെ വരും. പക്ഷേ ഇത്രയും ക്യൂട്ടായിട്ടുള്ളതൊന്നുമല്ല, ഏകദേശം ഒരേപോലെയുള്ളതൊക്കെ തന്നെ ആയിരിക്കും. നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പൊക്കെ കിട്ടണമെങ്കിൽ നല്ല റേറ്റൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ കളക്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഒരുപാട് ഇങ്ങനെ ക്വാളിറ്റിയിലൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ പൊട്ടിയിട്ടുള്ളതൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ആണെങ്കിൽ നമുക്കത് എന്നും കാണുമ്പോൾ ഒരു രസമായിരിക്കും, അത് നമ്മൾ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതാകുമ്പം. അപ്പോൾ നിങ്ങളിത് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് കളക്ട് ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമുക്കിത് ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു പിരിഞ്ഞിട്ടുള്ള ടൈപ്പ് ശങ്കുണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കുറേ ഇങ്ങനെ പൊട്ടിയൊക്കെ പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് 2 എണ്ണം ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തു. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കുറേ കുഞ്ഞു ചിപ്പികളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ അടുത്തായിട്ട് ഇങ്ങനെ ഡിസൈൻ പോലെയൊന്നുമില്ല, കുറച്ച് വിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം ഇങ്ങനെ ആ ഒരു ഷെൽസൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചിങ്ങനെ പേൾസും കൂടെ വേണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചൊരു പഴയ മുത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ മാലയുടെ മുത്താണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെയുള്ള ഒരു വലിയൊരു ടൈപ്പ് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ടൈപ്പ് പേൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു 15 എണ്ണത്തിനറ്റം 10 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്, എനിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേൾസ് ഉണ്ടെന്നെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു വൈറ്റ് മുത്തുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൂ കളർ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഷെൽസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ ഇടക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു ലൈറ്റ് ബ്ലൂ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ആ ഒരു സീയുടെ ഒരു തീമിലൊക്കെ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ബ്ലൂ വലിയൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാനിവിടെ ആ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് പേൾസ് ഇങ്ങനെ ഇടക്കൊക്കെ ഒട്ടിച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു വൈറ്റ് കളർ കാണാത്തതുകൊണ്ട് ഞാൻ ആ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഒരു 3-4 എണ്ണം ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഒട്ടിച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതിൽ ആ ഒരു ഷെൽസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചും കൂടെ ബാക്കിയുണ്ട് നമ്മൾ ആ ഒരു ഷെൽസൊക്കെ ചെറുതും വലുതൊക്കെ ആയിട്ട്. പിന്നെ വലുത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേരുന്നില്ല, കുറച്ചൊരു വലിയൊരു സൈസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് വേറെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്ത് നോക്കാം.
പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ സാറ്റിൻ റിബൺ ആണ്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് സൂത്രം ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫെവിക്കോളും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫെവിക്കോൾ വെച്ചിട്ട് ഈ ഒരു ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സാറ്റിൻ റിബണ് ഈ ഒരു പെൻസിലിലേക്കൊന്നിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ആ ഒരു സാറ്റിൻ റിബണിൽ നന്നായിട്ടൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് രണ്ട് സൈഡിലൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പെൻസിലിലേക്കൊന്നിങ്ങനെ അത് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പെൻസിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, ഒരു കമ്പോ അല്ലെങ്കിൽ എന്താ പറയുക പെന്നോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഇത് മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫുള്ളായിട്ടല്ല, ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് ടിപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ആ ഒരു പെൻസിലേക്ക് ഒന്ന് സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. അപ്പം നമ്മളെ പെൻസിൽ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, ആ ഒരു സാറ്റിൻ റിബൺ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്നിങ്ങനെ അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് ശക്തിയിലല്ല, മെല്ലെ ഒന്നിങ്ങനെ അഴിച്ചെടുക്കാം. അപ്പോൾ അഴിച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു എന്താ പറയുക, ഒരു സ്പൈറൽ പോലെ ഇങ്ങനെ ചുരുണ്ടിരിക്കും, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. കാരണം നമ്മൾ ഈ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു സാറ്റിൻ റിബൺ ഇപ്പോൾ ഡ്രൈ ആയ സമയത്ത് നമ്മൾ ആദ്യം ആ ഒരു ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ഷേപ്പിൽ തന്നെ അങ്ങനെ കിട്ടുകയാണ്. അപ്പോൾ ഞാനിത് മുമ്പ് ഇങ്ങനെ ഒരു 5 മിനിറ്റ്സ് ക്രാഫ്റ്റിൽ കണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്തത്, പക്ഷേ സക്സസ് ആയിട്ടോ, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെയിം രീതിയിൽ തന്നെ ഞാൻ ഒരു റിബണും കൂടെ അങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ പെൻസിലിൽ ഒരുപാട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യരുത് കേട്ടോ, ആ ഒരു ഇതിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒരു സാറ്റിൻ റിബണിൽ മാത്രം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ സ്റ്റിക്കായിട്ട് പിന്നെ നമുക്കത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ തൊട്ട് നോക്കിയിട്ട് ആ ഒരു സാറ്റിൻ റിബണിൽ നനവില്ല, അതായത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെന്ന് ശേഷം മാത്രം നമ്മളതിങ്ങനെ അഴിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൂസായിട്ട് പോകും, നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനിവിടെ 2 എണ്ണം റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു മേലെ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടെണ്ണം 2 സൈഡിലായിട്ടൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ നന്നായിട്ട് അവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും. അപ്പോൾ അങ്ങനെ നമ്മളത് 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഹാങ് ചെയ്തിട്ട് കാണാനായിട്ട്. പക്ഷേ നമ്മൾ ആ ഒരു ഒട്ടിച്ചിട്ടുള്ള ഒരു എൻഡിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു സീഷെല്ലിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു വൈറ്റ് കളർ ഒരു തീമും കൂടെ അതിലേക്ക് വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു ഓഫ് വൈറ്റും പിന്നെ ആ ഒരു ബ്ലൂ കളറൊക്കെ ആയപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ നമ്മൾ ഈ സ്പൈറലായിട്ട് ചെയ്ത് നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ എന്താ പറയുക, ഒരു സ്പ്രിങ് പോലെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനൊരു പാടാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ സാറ്റിൻ്റെ റിബൺ ഇങ്ങനെ ജസ്റ്റ് 1-2 എണ്ണം ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാലും കുറച്ചുകൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അല്ലാതെ നമ്മൾ ഈ ഒരു ജൂട്ട് തടിയിൽ ഇങ്ങനെ സീഷെൽസ് മാത്രം ഒട്ടിച്ച് കഴിഞ്ഞാൽ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വൈറ്റ് തീമും കൂടെ വരുമ്പോൾ ആയിരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു ഷെൽസൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഡെക്കറേഷൻസൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ആ ഒരു സീഷെൽസിന് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലിറ്റർ പൗഡറോ അല്ലെങ്കിൽ പെയിൻറ്റൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ആ ഒരു നോ പെയിൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇതുപോലെ സീഷെൽസ് വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് ഒരു ബോട്ടിലായിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിടാം. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഇതായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു സീയുടെ ഒരു തീമിൽ ആ ഒരു കളറൊക്കെ കൊടുത്തിട്ട് പിന്നെ അതുപോലെ ആ ഒരു ബീച്ചിൽ നിന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു മണൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതുപോലെ പേൾസും ഷെൽസൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെയിൻറ്റൊക്കെ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതല്ലാതെ നമുക്ക് നോ പെയിൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത പോലെ ജൂട്ട് തടൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആ ഒരു സീഷെൽസ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളത് ആർക്കൊക്കെയാണ് നോക്കാം. ലുലു ഷെറിൻ, ഫിദ ഫാത്തിമ, ശ്രീലക്ഷ്മി, ഫിദ, അഭിരാമി, ഫാത്തിമ, ആദിൽ, ഡെൻഹ, ഷെമി എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ല പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.